സോളാർ കത്തുമ്പോൾ നിയമസഭയിൽ നിയമസഭയ്ക്ക് പുറത്ത് എന്താണ് സംഭവിക്കുക? 7-ാം തീയതി സരിത എസ് നായർ സോളാർ കമ്മീഷന് മുന്നിൽ മൊഴി നൽകും. 10-ാം തീയതി വരെ ബിജു രാധാകൃഷ്ണനും സമയം അനുവദിച്ചിട്ടുണ്ട് സോളാർ കമ്മീഷൻ. ഈ വിഷയം ആണ് ന്യൂസ് ആൻഡ് ന്യൂസ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീമതി ലാലി വിൻസെന്റ്, ശ്രീ രാജു എബ്രഹാം MLA, മുതിർന്ന മാധ്യമപ്രവർത്തകർ ശ്രീ A സജീവൻ, ശ്രീ SR ശക്തിധരൻ, അഡ്വക്കേറ്റ് K മോഹൻകുമാർ, ബിജു രാധാകൃഷ്ണൻ്റെ അഭിഭാഷകൻ, ഒപ്പം സരിത എസ് നായർ തന്നെ ടെലിഫോൺ ലൈനിലും ചേരുന്നു. ഇപ്പോൾ സരിത എസ് നായർ, സരിതയുടെ അറിവോടെയാണ് സോളാർ കമ്മീഷനിൽ മൊഴി നൽകിയത് എന്നാണ് ബിജു രാധാകൃഷ്ണൻ സോളാർ കമ്മീഷനിൽ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പ്രതികരണം? എന്നെ അയാൾ വിളിച്ചിട്ടൂടെ ഇല്ല. അയാളുടെ അഭിഭാഷകൻ തന്നെ അതിനുള്ള റിപ്ലൈ പറഞ്ഞിരിക്കുന്നതായിട്ട് എന്റെ അമ്മ വിളിച്ച് പറഞ്ഞിരുന്നല്ലോ, TV-യിൽ കാണിച്ചിരുന്നു എന്ന്. അയാളുടെ അഭിഭാഷകനോട് ചോദിക്കൂ. അയാൾ പറഞ്ഞ എന്താണ്? അയാളുടെ അഭിഭാഷകന്റെ ഫോണിൽ നിന്ന് എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു എന്ന്. എന്നെ അയാൾ വിളിച്ച് സംസാരിക്കുന്നത് ഞാൻ അയാളെ കോടതി കണ്ടാൽ പോലും മിണ്ടാത്തൊരു വ്യക്തിയാണ്. എന്റെ ശത്രുവിന്റെ കൂട്ടത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു വ്യക്തി എന്നെ വിളിച്ച് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് തന്നെ എന്തൊക്കെ കള്ളത്തരമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. രണ്ടാമത്, അയാളുടെ ആവശ്യമില്ല എനിക്ക് എന്റെ കാര്യങ്ങൾ പറയാൻ. എനിക്ക് ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ ജുഡീഷ്യൽ കമ്മീഷൻ എനിക്കൊരു അതോറിറ്റി ആയിട്ടൊരു ഡേറ്റ് തന്നിട്ടുണ്ട്, December 7-ന് ഹാജരാകുക എന്നുള്ളത്. ഞാൻ പറയേണ്ട കാര്യങ്ങൾ ബിജു രാധാകൃഷ്ണനെ കൊണ്ട് പറയിപ്പിക്കേണ്ട ഗതികേടൊന്നും ഞാൻ വരാം. സരിത എസ് നായർ, ഇപ്പോൾ അഭിഭാഷകനോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് സോളാർ കമ്മീഷനിലെ അഭിഭാഷകൻ തന്നെ, ബിജു രാധാകൃഷ്ണൻ അഭിഭാഷകൻ തന്നെ ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ K മോഹൻകുമാർ, എന്താണ് സരിത ഈ പറയുന്നതിന് മറുപടിയായി അങ്ങേക്ക് പറയാനുള്ളത്? എൻ്റെ ഫോണിൽ ഞാൻ സരിതയെ വിളിച്ചിട്ടില്ല ഈ പറയുന്ന ദിവസം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഡിസ്കസ് നടത്തിയിട്ടില്ല, ഒരു കാര്യം ചർച്ച ചെയ്തിട്ടില്ല. ബിജു രാധാകൃഷ്ണൻ പറയുന്നത് കോടതി കമ്മീഷൻ മുമ്പാകെ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ എനിക്കറിയത്തുള്ളൂ. അപ്പോൾ ബിജു രാധാകൃഷ്ണൻ അഭിഭാഷകന്റെ ഫോണിലൂടെ വിളിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സരിത ഇങ്ങനെയും പറയുമ്പോൾ സരിത പറയുന്നതും തെറ്റാകാൻ ഏത് സാഹചര്യത്തിലാണ് ഇടയുള്ളത്? അല്ല, ശുദ്ധ കളവാണ്. സരിത പറയുന്നത് പറയുന്നല്ല. ഇപ്പൊ ഈ പറയുന്നത് ബിജു രാധാകൃഷ്ണൻ എന്റെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടില്ല. ബിജു അല്ലേ അങ്ങനെ പറഞ്ഞത്? ബിജു രാധാകൃഷ്ണൻ എന്റെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടില്ല. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? ബിജു രാധാകൃഷ്ണൻ എന്നല്ല, ബിജു രാധാകൃഷ്ണൻ എന്റെ ക്ലൈന്റാ. അപ്പൊ ബിജു രാധാകൃഷ്ണൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ എന്റെ ഫോണിൽ വിളിച്ചു എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ്. ബിജു രാധാകൃഷ്ണന് വേറെയും അഭിഭാഷകർ പല ലെവലിൽ സഹായിക്കുന്നവരുണ്ടല്ലോ, അവരുടെ ഫോണിൽ നിന്ന് ഇത്തരത്തിൽ ഒരു സംഭാഷണം നടന്നിട്ടുണ്ടാകുമോ? ഇങ്ങനെ ഒരു വിഷയം വന്ന സ്ഥിതിക്ക് അങ്ങേക്ക് അത് പറയാൻ സാധിക്കില്ലേ? ഇല്ല, ബിജു അന്ന് കമ്മീഷൻ ഉണ്ടായിരുന്നത്, കമ്മീഷനിൽ അറ്റൻഡ് ചെയ്യുന്നത് ഞാനാണ്. അപ്പോൾ എൻ്റെ ഫോണിൽ മാത്രമേ സാധാരണഗതിയിൽ അങ്ങനെ സംഭവിക്കാറുള്ളൂ. പക്ഷേ അന്ന് സരിതയെ വിളിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ ഹാജരാക്കട്ടെ. ഈ നിമിഷം വരെ വക്കീലിന് ഈ കക്ഷിയെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഈ കേസിൽ ഈ കക്ഷി മൂലം ഒരു മാനഹാനി തനിക്ക് ഉണ്ടാകുമെന്ന് വക്കീലിന് പേടിക്കാനുള്ള സാഹചര്യവും ഇല്ല. അത്രയും ഉറപ്പിക്കാം. ശ്രീമതി ലാലി വിൻസെന്റ്, എന്തായാലും വലിയ ഒരു പ്രശ്നം തന്നെയാണ്. ഈ നിമിഷം വരെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് വെച്ച് നോക്കുമ്പോൾ ഇന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ കേരളമെന്ന് കേൾക്കുമ്പോൾ ചോര മരവിക്കുകയാണ് എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അങ്ങയുടെയും ശ്രീമതി ലാലി വിൻസെന്റിൻ്റെയും ഞരമ്പുകളിലെ ചോര മരവിക്കുന്നുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസത്തെ മാധ്യമങ്ങളിലെ അങ്ങയുടെ വെർഷൻ കേട്ടപ്പോൾ എനിക്കും തോന്നിയത്. അല്ല, ഈ ബിജു രാധാകൃഷ്ണന് സംരക്ഷണം നൽകിയ കോടിയേരി അദ്ദേഹത്തിൻ്റെയും ചോര മരവിക്കേണ്ടതല്ലേ? അദ്ദേഹമല്ലേ ബിജു രാധാകൃഷ്ണന് ആദ്യം കുറ്റകൃത്യങ്ങളിൽ നിന്ന് രക്ഷ നൽകി ഭാര്യ ആത്മഹത്യ ചെയ്തതാണ് എന്നൊക്കെ റിപ്പോർട്ടുണ്ടാക്കി രക്ഷപ്പെടുത്തിയ ആൾ? പിന്നെ ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തിൻ്റെ കാലത്തും സരിതയും ബിജു രാധാകൃഷ്ണനും വളരെ സൗകര്യമായി നടക്കുകയായിരുന്നല്ലോ. അതുകൊണ്ട് ആരും ആരെയും അങ്ങനെ അങ്ങ് പുണ്യവാളന്മാരായി കുറ്റപ്പെടുത്തുകയൊന്നും വേണ്ട. ഞാൻ ബിജു രാധാകൃഷ്ണനെയോ സരിതയെയോ ഈ കുറ്റകൃത്യങ്ങളിൽ ഇടപെട്ടിട്ടുള്ള ആരെയോ ന്യായീകരിക്കാൻ തയ്യാറുമല്ല. എനിക്കറിയേണ്ടത് നീതി നടക്കുന്നതിന് തെളിവുകൾ ആവശ്യമാണ്. തെളിവുകൾ ഹാജരാക്കാത്ത പക്ഷം അനാവശ്യമായി ആർക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മിടുക്കന്മാരാകുന്നത് ശരിയല്ല എന്നാണ്. ശ്രീ ബിജു രാധാകൃഷ്ണൻ മുഖ്യമന്ത്രിക്കെതിരെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കേട്ടപ്പോഴും എനിക്ക് തോന്നിയത് ഒരു കുറ്റവാളിയുടെ ക്രിമിനൽ ബുദ്ധിയായിട്ടാണ്. കാരണം 5.5 കോടി രൂപ എങ്ങനെയാണ് സ്വരൂപിച്ചത്, എവിടെയാണ് സൂക്ഷിച്ചത്
എവിടെ നിന്ന് എടുത്താണ് കൊടുത്തത്? ഉത്തരം പറയണ്ടേ? ഈ മുഖ്യമന്ത്രിക്ക് പണം ആവശ്യമുണ്ടെങ്കിൽ അത് ബിജു രാധാകൃഷ്ണനെ പോലെ ഒരാളോട് ചോദിച്ചിട്ട് വേണമോ? ഇനി എന്തെങ്കിലും ബിസിനസ് കാര്യത്തിന് ചർച്ചകൾ ഉണ്ടായാൽ ആ ചർച്ചകളെക്കുറിച്ച് എന്തെങ്കിലും വെളിപ്പെടുത്തണമോ വേണ്ടയോ എന്നുള്ളതാണ് അടുത്ത വിഷയം. ബിജു രാധാകൃഷ്ണനെ എത്രമാത്രം ക്രൂരമായിട്ട് ശിക്ഷിക്കാമോ അത്രയും രീതിയിലേക്ക് പോകുന്ന അത്തരം നടപടികളിലേക്ക് പോകേണ്ടതുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുള്ളത്, ബിജു രാധാകൃഷ്ണൻ നേരത്തെ തന്നെ നമുക്കറിയാവുന്നതാണ്, ഈ കേസിൽ ഇടപെട്ടുള്ള എല്ലാ ആളുകളും അതിൽ പലപ്പോഴും ഈ ബാർഗെയിനിങ്ങിന് ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ബിജു രാധാകൃഷ്ണൻ്റെ ഇപ്പോഴത്തെ നിലപാട് എനിക്ക് തോന്നുന്നത് 10-ാം തീയതി വരെ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നതിനിടയിൽ നേരത്തെ താങ്കൾ തന്നെ പറഞ്ഞ പോലെ കച്ചവടം ഉറപ്പിക്കാനുള്ള പരിപാടിയാണ്. ഈ കച്ചവടം ഉറപ്പിക്കലാണ് ഇവിടെ നടക്കുന്ന ബാർക്കോഴ കേസിലാണെങ്കിലും എല്ലാ കേസുകളിലാണ്. ഇപ്പോൾ നമുക്ക് എടുത്തു പറയാവുന്ന കുറേ കാലത്തെ ഇത്തരം ആരോപണ കേസുകളിലെല്ലാം ഉണ്ടായിട്ടുള്ളത് കച്ചവടം ഉറപ്പിക്കലാണ്. ഇങ്ങനെ പല ആളുകളും എനിക്കൊന്നുമില്ല, ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് എന്ന് പറയുന്ന പല ആളുകളുടെയും ശരിയായിട്ടുള്ള സാമ്പത്തിക സ്രോതസ്സിനെക്കുറിച്ചും മറ്റും നമുക്കറിയാവുന്ന അത് എങ്ങനെയൊക്കെ കിട്ടുന്നുണ്ടോ അറിയാം. പല കേസുകൾ എങ്ങനെ ഒതുക്കി തീർത്തു നമ്മൾ അത്ഭുതത്തോടു കൂടിയാണ്. കോടികളുടെ കേസുകൾ പെട്ടെന്ന് ഈ പരാതിക്കാർ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റ് വരുന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇത് നമ്മൾ ഈ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്നുള്ള നിലയ്ക്കോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും മന്ത്രിമാരുടെ പേര് ആ ഒരു വ്യക്തി എന്ന നിലയ്ക്കല്ല, ഇവിടെ നമ്മളൊക്കെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു ക്രെഡിബിലിറ്റി, ഒരു സംസ്ഥാനത്തിൻ്റെ മാന്യതയൊക്കെയാണ് ചോദ്യം ചെയ്യുന്നത്. അങ്ങനെ ചോദ്യം ചെയ്യുന്ന ബിജു രാധാകൃഷ്ണൻ തെറ്റാണ് ചെയ്തതെങ്കിൽ അദ്ദേഹത്തിനെ ക്രൂരമായിട്ട് അല്ലെങ്കിൽ അതിന് പിന്നിൽ ആരെങ്കിലും കളിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട് എന്നുള്ളത് പല മാധ്യമങ്ങളിൽ ഇപ്പോൾ എനിക്കിന്ന് ഓൺലൈൻ പലതിലും വന്നിട്ടുണ്ട്. പല ആളുകളുടെയും പേര്, പല താല്പര്യങ്ങളുടെ കാര്യവും പറയുന്നുണ്ട്. ഇപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പുറത്തേക്ക് കൊണ്ടുവരേണ്ടതാണ്. അങ്ങനെയല്ലാതെ നമ്മളിതിനെ വെറുതെ നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ ഒരു ചോദ്യോത്തര പങ്ക്തിയാക്കിയിട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഇത് ജനങ്ങളുടെ മനസ്സിൽ കിടക്കും. മറ്റ് പല ആളുകൾക്ക് മറ്റ് പല താല്പര്യത്തിലൂടെയും ഈ സംസ്ഥാനത്തിൻ്റെ ഭരണം പിടിച്ചെടുക്കാനൊക്കെ ആഗ്രഹിക്കുന്ന പല ആളുകൾക്കും വളരെ കൃത്യമായിട്ടുള്ള ആയുധമാണ് അവർക്ക് കിട്ടുന്നത്.